നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന XIOS ട്രേഡിംഗ് നമ്മുടെ സോഫ്റ്റിൻ്റെ സ്ട്രാറ്റജി ഉപയോഗിച്ച് എങ്ങനെ കറക്റ്റായിട്ട് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ സോഫ്റ്റ് നിൽക്കുന്ന MetaTrader 4 എന്ന പ്ലാറ്റ്ഫോമിലാണ്. അതിനകത്താണ് നമ്മുടെ സ്ട്രാറ്റജി നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്ന നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻ 8ാമത്തെ സ്ട്രാറ്റജിയാണ്. നമുക്ക് ഫുൾ 8 സ്ട്രാറ്റജീസ് ഉണ്ട്. നമുക്കിപ്പോൾ ഇത് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്ന 8ാമത്തെ സ്ട്രാറ്റജിയാണ്. നമ്മുടെ 9th വേർഷൻ അണ്ടർ ട്രയൽ റൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് സിഗ്നൽസ് കാണിച്ചു തരും. നമ്മൾ ഇപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ടൈം ഫ്രെയിം 15 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. അപ്പോൾ ഇതിൽ സിഗ്നൽ വരുമ്പോൾ നമുക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻ മെസ്സേജ് വഴി സോഫ്റ്റ്വെയർ കാണിച്ചു തരും. ജസ്റ്റ് അത് കൺഫേം ആണെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് എടുക്കുക. അതായത് സോഫ്റ്റ് തരുന്ന എല്ലാ ട്രേഡുകളും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ഒരു ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ താഴെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. XIOS നമുക്ക് ഇത് 21st ഓഗസ്റ്റിലെ ട്രേഡാണ്. നമുക്ക് മോർണിംഗ് 8:15 ഇന്ത്യൻ ടൈം 8:15 4538 ഈ ഒരു ബൈ എൻട്രി വന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബൈ വന്നത് കൺഫേം ആണെന്ന് നോക്കുക. അതായത് ആരോ വന്നതിന് ശേഷം താഴത്ത് ഇത് പ്രൈസ് കണ്ട ബൈ സോൺ എഴുതി കാണിക്കണം. അതുപോലെ ഈ ആരോടെ താഴത്ത് ഈ ബാർ കണ്ട നമുക്കിങ്ങനെ നോക്കുകയാണെങ്കിൽ ഒറ്റ ബാറായിട്ട് തോന്നും. ഞാൻ ജസ്റ്റ് ഇച്ചിരി വലുതായി കാണിക്കാണ്ട. ഓരോ ക്യാൻഡിലുമാണ് ഓരോ ബാർ താഴെ ഫോം ചെയ്യുന്നത്. അതായത് സിഗ്നൽ വരുമ്പോൾ താഴത്ത് ആ ടൈമിൽ ഒരു ബാറേ കാണുള്ളൂ. അത് ഗ്രീൻ ആയാൽ മതി. 2 കൺഫർമേഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ട്രേഡ് എടുക്കാം. ടാർഗറ്റ് 1, ടാർഗറ്റ് 2, ടാർഗറ്റ് 3 ഇങ്ങനെ 3 ടാർഗറ്റും ഉണ്ടാവും. സ്റ്റോപ്പ് ലോസും അവിടെ ഉണ്ടാവും. നമ്മൾ അധികം റിസ്ക് എടുക്കാൻ പറ്റാത്ത ആളാണ്. ഫ്രഷറൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് വരുമ്പോൾ മാറുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുക. അതുമല്ല നമ്മൾ എൻട്രി എടുത്ത് നമുക്ക് പ്രോഫിറ്റ് എന്ന് തോന്നുന്ന ലെവൽ വെച്ച് നമുക്ക് എക്സിറ്റ് ചെയ്യുക. അതായത് നമ്മൾ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ട എന്നർത്ഥം. ഇതിലൊരു 80-90% ഇത് ആക്യുറേറ്റ് ആണ്. കൺഫേം ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ പ്രീവിയസ് നമുക്കൊരു ബൈ വന്നിട്ടുണ്ടായിരുന്നു, സെല്ല് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് താഴത്തെ ബാറ് കൺഫേം അല്ലാത്ത കാരണം നമ്മൾ ട്രേഡ് എടുത്തത്. അതായത് ഇങ്ങനെ കൺഫർമേഷൻ ചെക്ക് ചെയ്ത് നമുക്ക് ഫേക്ക് ആയിട്ടുള്ള എൻട്രീസ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ 2 ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. 3rd ടാർഗറ്റ് വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഓൾറെഡി 2 ടാർഗറ്റ് വന്ന് നമുക്ക് എക്സിറ്റ് ചെയ്ത് മാറാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.